Hello everyone, Assalamu alaikum, good evening, hope you are doing well, get Ami here. എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ കഴിവിനെ തിരിച്ചറിയുന്നത്. നമ്മളിൽ ഒരുപാട് വ്യക്തികൾ പറയാറുണ്ടല്ലേ, ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ എവിടെയും രക്ഷപ്പെടില്ല. ഇന്ന് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്? എനിക്കിന്ന് കഴിവില്ലേ? നമ്മളിൽ ഒരുപാട് വ്യക്തികൾ ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴിവ് കിടക്കുന്നത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലാണല്ലേ. അത് പുറത്ത് കിടക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണല്ലേ. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പുറത്ത് കിടക്കാൻ കഴിയും. നമ്മളിൽ ഒരുപാട് വ്യക്തികൾ ചിന്തിക്കുന്നുണ്ടാവും, ഒന്നെങ്കിൽ മറ്റാരോടുള്ള ഭയങ്ങൾ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള തോട്ട്. എൻ്റെ കഴിവിനെ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവരെന്തായിരിക്കും വിചാരിക്കൽ? ചില കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലേ. അവരൊരാളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കഴിവിനെ പുറത്തെടുക്കൽ? നമ്മളെ കഴിവിനെ പുറത്തെടുക്കേണ്ടത് നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നല്ലൊരു ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കും, അത്രയും നല്ലൊരു ഡാൻസർ ആയിരിക്കും. പക്ഷേ അവളെ എന്തോ വല്ലാത്ത രീതിയിൽ അവളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടാവും. കാരണം സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഡാൻസ് കളിച്ചതിന് അത് തെറ്റുമോ, അല്ലെങ്കിൽ അത് എനിക്കെത്തുമോ എന്നില്ലൊരുപാട് ചിന്തകൾ. അപ്പോൾ ആ പെൺകുട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ കലയും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും. ഇങ്ങനെ എത്രയോ നിരവധി ടീം മെമ്പേഴ്സ് അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾ വരെ ഇന്ന് ആരൊക്കെയോ ഭയന്നിട്ട് അതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലായിട്ട് വെക്കുന്നു. നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അത് മറ്റൊരാളെ നോക്കാത്ത രീതിയിൽ നിങ്ങൾ തന്നെ അതിനെ പുറത്ത് കൊണ്ടുവരിക. നിങ്ങൾ ട്രൈ ചെയ്താൽ എന്തായാലും കിട്ടും. ഓക്കെ, ഇറ്റ്സ് മീ ഗെറ്റ് ആമി ടോക്ക്. താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.